വെൽക്കം ടു ലിസിഡ് വേൾഡ്. ഈ വീഡിയോ ക്രിയേറ്റേഴ്സിനും ഇൻവെൻറ്റേഴ്സിനും ഡ്രീമേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സോങ് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാധനം ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? ഒന്നും വേണ്ട, ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, ഈ ചെയ്ത സാധനം ആരെങ്കിലും സ്റ്റീൽ ചെയ്ത് എന്താ ചെയ്യുക? അവിടെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോൻ്റെ റോള്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ നിങ്ങളുടെ ഐഡിയാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്ന ലീഗൽ സൂപ്പർ ഹീറോ ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? എൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ചിലവഴിച്ചാൽ ഞാൻ അതെന്താണ് സംഭവം എന്ന് വേഗം എളുപ്പത്തിൽ പറഞ്ഞുതരാം. സോ വാട്ട് ഈസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ IP എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് മൈൻഡാണ്. ഇപ്പോൾ ഒരു ക്ലവർ ബിസിനസ് നെയിം നിങ്ങളുണ്ടാക്കി, ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഐഡിയ കണ്ടുപിടിച്ചു, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ലുക്ക്. അപ്പോൾ ഈ സാധനങ്ങളെയൊക്കെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് നോൺ ഫിസിക്കൽ തിങ്സിനെയല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ഇൻ്റലക്റ്റിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിനെയല്ല. അതേസമയം ആ ലാപ്ടോപ്പിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ ഉപയോഗിച്ച സോഫ്റ്റ്വെയറിനെ, പെയിൻറ്റ് ബ്രഷിനെ അല്ല, നിങ്ങൾ അതുകൊണ്ട് വരച്ച പെയിൻറ്റിങ്ങിന്, ഇതിനെയൊക്കെയാണ് IP പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ ഗോൾ? അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീനെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം തന്നെ അത് മറ്റൊരാൾ സ്റ്റീൽ ചെയ്യുന്നതെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇനി 4 തരത്തിലുള്ള IP ലോ ഉണ്ട്. ഒന്ന് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് പ്രൊട്ടക്ട്സ് ഒറിജിനൽ വർക്ക്സ് ഓഫ് ഓതർഷിപ്പ് ലൈക്ക് ബുക്സ്, മ്യൂസിക്, ആർട്ട്, വീഡിയോസ്, കോഡ്. ഇപ്പം നിങ്ങൾ സോങ് എഴുതിയെന്ന് വയ്ക്കുക, പെട്ടെന്നത് കോപ്പിറൈറ്റഡ് ആവുന്നു. പക്ഷേ ഈ സോങ് നിങ്ങളുടേതായ സോങ് ആണെങ്കിൽ നിങ്ങളത് രജിസ്റ്റർ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾ എഴുതിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അല്ലെങ്കിൽ ലൈഫ് ഓഫ് ദ ക്രിയേറ്ററിൻ്റെ അത്രയും പ്ലസ് 60 to 70 ഇയേഴ്സ്, ഏത് കൺട്രിയിലാണോ നമ്മളത് എഴുതി അതിനൊക്കെ അനുസരിച്ചിട്ട് അത്രയും കാലം അതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓതർഷിപ്പ് നിങ്ങൾക്കുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ മ്യൂസിക് തന്നെ ഉപയോഗിച്ചിട്ട്, അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ ഓണർ ആരാണ്? നിങ്ങളാണ്. ഇനി പാറ്റൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇൻവെൻഷൻസിനെയാണ്. അപ്പോൾ നിങ്ങളൊരു സാധനം ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 വർഷക്കാലത്തോളം നിങ്ങൾക്ക് അത് മറ്റൊരാളും വീണ്ടും ഉണ്ടാക്കുന്നതിൽ നിന്നോ യൂസ് ചെയ്യുന്നതിനോ സെല്ല് ചെയ്യുന്നതിനോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്. It gives you the right to stop others from making, using or selling your invention for up to 20 years. പക്ഷേ ഇത് കോപ്പിറൈറ്റ് പോലെ ഓട്ടോമാറ്റിക് അല്ല, നിങ്ങളതിനു വേണ്ടി അപ്ലൈ ചെയ്യണം. ചിലപ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കാം. ഒരു എക്സാമ്പിളും കൂടി പറയാം. ഇപ്പം നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ ഇൻവെൻറ്റ് ചെയ്തു, ഈ വൈറസസൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. അത് പാറ്റൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾക്കും ആ ടെക്നോളജി കോപ്പി ചെയ്യാനുള്ള അധികാരമില്ല. You only have the right. ഇനി ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നെയിംസ്, ലോഗോസ്, സ്ലോഗൻസ്, ഈവൻ സൗണ്ട്സ് ഓർ കളേഴ്സ് ദാറ്റ് ഐഡൻറ്റിഫൈ എ ബിസിനസ്, ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവത്തിന് ട്രേഡ് മാർക്ക് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ദ നൈക്ക് സ്വൂഷ്, ദ I am loving it jingle, ദ റെഡ് കൊക്കക്കോള ലേബിൾ, ഇതൊക്കെ നമുക്ക് ട്രേഡ് മാർക്ക് വഴി പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് വഴി പ്രൊട്ടക്റ്റഡ് ആണ്. ട്രേഡ് മാർക്സ് ലാസ്റ്റ് ആസ് ലോങ് ആസ് യു യൂസ് ദം കൊമേഴ്ഷ്യലി ആൻഡ് റിന്യൂ ദം. എത്ര കാലമാണോ നിങ്ങളത് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നത് ആൻഡ് ദെൻ യു എഗെയിൻ റിന്യൂ ചെയ്തു എന്ന് വയ്ക്കൂ, അത്രത്തോളം കാലം നമുക്ക് ട്രേഡ് മാർക്ക് ലാസ്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് വണ്ണാണ് ട്രേഡ് സീക്രറ്റ്. ഈ ട്രേഡ് സീക്രറ്റ് എന്ന് പറയുന്നത് ബിസിനസ് സീക്രറ്റ്സ് ആണ്, അതായത് കോമ്പറ്റീഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബിസിനസ് സീക്രറ്റ്സ് ആണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊക്കക്കോളയുടെ സീക്രട്ട് ഫോർമുല ഇന്നേ വരെ ആർക്കും അറിയില്ല. KFCയുടെ ചിക്കൻ റെസിപ്പി അതും അറിയില്ല.
ഒരു രജിസ്ട്രേഷനും ഇല്ല. പക്ഷെ ഇതെങ്ങനെയാണ്? നിങ്ങൾ ആരോടും ആ ഐഡിയ പറയാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആരെങ്കിലും ലീക്ക് ചെയ്യുക സ്റ്റീൽ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ആക്ഷൻ വരും ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് ഈസ് ട്രേഡ് സീക്രട്ട്. ഇനി എന്തുകൊണ്ടാണ് IPLO എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പം നിങ്ങളൊരു ലോകം, അവിടെ അങ്ങനെ നിങ്ങൾ എഴുതിയ സോങ് ഒരാൾ സ്റ്റീൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലോഗോ വേറൊരാൾ യൂസ് ചെയ്യുക, നിങ്ങളുടെ ഇൻവെൻഷൻ വേറൊരാൾ കോപ്പി ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേഷൻ്റെ പുറത്ത് ഒന്നും കിട്ടണില്ല. അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. മൊത്തത്തിൽ പ്രശ്നങ്ങളായിരിക്കും അല്ലേ? മീൻസ് നിങ്ങൾക്കൊന്നും ഉപയോഗം ഉണ്ടാവണില്ല. അപ്പോൾ IPLO എന്താ ചെയ്യുന്നത്? ക്രിയേറ്റേഴ്സിന് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് റിവാർഡ് ചെയ്യാണ്, അവരുടെ ഇന്നോവേഷനെ എൻകറേജ് ചെയ്യാണ്. അപ്പോൾ ഇതുവഴി ഒരു ഫെയർ കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യും. ഇത് എക്കണോമീസ് ഗ്രോ ചെയ്യാൻ സഹായിക്കും. കാരണം എന്താ, എൻ്റെ ഐഡിയ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സോ പീപ്പിൾ ഇൻവെസ്റ്റ് മോർ വെൻ ദെയർ ഐഡിയാസ് ആർ സേഫ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ ആണ് IPLOൻ്റെ ഒരു കഥ. ഇനി കുറച്ച് റിയൽ ലൈഫ് കേസസ് ഞാൻ പറയാം. ഒരു ആപ്പിൾ വേഴ്സസ് സാംസങ് ഒരു കേസ് ഉണ്ടായിരുന്നു. അതൊരു പാറ്റൻറ്റ് വാറായിരുന്നു. ആപ്പിൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സാംസങ്ങിനെ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ഡിസൈൻ ആൻഡ് ഇൻ്റർഫേസിൻ്റെ പുറത്ത് സ്യൂ ചെയ്തു. അങ്ങനെ ആ ബാറ്റിൽ ഒരുപാട് കാലത്തോളം നീണ്ടു നിന്നു, ബില്യൺസ് കോസ്റ്റ് ചെയ്തു. ഇതൊന്നും എന്താ നമുക്ക് മനസ്സിലാവണം? പ്രൊട്ടക്റ്റിംഗ് ഹൗ തിങ്സ് ലുക്ക് ആൻഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു സീരിയസ് ബിസിനസ്സാണ്. നമുക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഓരോന്നിലും ഓരോ മൈന്യൂട്ട് തിങ്സ് വിൽ മാറ്റർ, റൈറ്റ്? അതേപോലെ എഡ് ഷീരാൻ ആൻഡ് കോപ്പിറൈറ്റ് ബാറ്റിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരുപാട് പ്രാവശ്യം എഡ് ഷീരാനെ ഈ മെലഡീസ് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കേസിൽ ഒരുപാട് പ്രാവശ്യം കോർട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പുള്ളി ജയിച്ചു. ബട്ട് ഇറ്റ് ഷോസ് ഹൗ സബ്ജക്റ്റീവ് കോപ്പിറൈറ്റ് ക്യാൻ ബി. എങ്ങനെയാണ് ഈവൻ 4 കോഡ്സാണ് എടുത്തു വെച്ചാലും ഹൗ ക്യാൻ ഇറ്റ് ലീഡ് ടു ലോസ് യൂസ് എന്നുള്ളത് നമുക്കറിന്ന് മനസ്സിലായി. അതേപോലെ വേറൊരു കേസാണ് മെക്ഡൊണാൾഡിൻ്റെ ബിഗ് മാക് ട്രേഡ് മാർക്ക് ലോസ്. 2019 മെക്ഡൊണാൾഡിന് ബിഗ് മാക് എന്ന് പറഞ്ഞ സാധനത്തിൽ ഉണ്ടായിരുന്ന എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഒക്കെ യൂറോപ്പിൽ പോയി. കാരണം അവർക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്മോൾ ഐറിഷ് ചെയിന് ചാലഞ്ച് ചെയ്തു, അവർ ജയിച്ചു. ഇവിടെ എന്താ പറയുന്നത്, ട്രേഡ് മാർക്സ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ആക്റ്റീവ്ലി യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഒരുപാട് ഈ IPLOൻ്റെ പുറത്ത് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ വിചാരിക്കും ഇഫ് ഇറ്റ്സ് ഓൺലൈൻ ഇറ്റ്സ് ഫ്രീ ടു യൂസ് എന്ന് വിചാരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. ഇന്നൊരു സാധനം പബ്ലിക്കിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഡസൻറ്റ് മീൻ ഇറ്റ്സ് പബ്ലിക് ഡൊമൈൻ. മനസ്സിലായോ? അതുപോലെ ഗീവിങ് ക്രെഡിറ്റ് മീൻസ് ഐ ക്യാൻ യൂസ് എന്ന് വിചാരിക്കും. പക്ഷെ അതും അങ്ങനെയല്ല. ക്രെഡിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് പെർമിഷനല്ല. അപ്പോഴും നിങ്ങൾക്ക് ലൈസൻസ് വേണം, റൈറ്റ്സ് വേണം. അതേപോലെ മൈ ഐഡിയ ഇസ് പ്രൊട്ടക്റ്റഡ് വൺസ് ഐ സേ ഇറ്റ്. അങ്ങനെയല്ല. ഐഡിയാസിനെ മാത്രം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ആദ്യം ഇൻവെൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റൂ. അതേപോലെ ഐ ക്യാൻ കോപ്പി ഇറ്റ് ഇഫ് ഐ ചേഞ്ച് 10%. അതും ഒരു മിത്താണ്. IPLO പെർസെൻറ്റേജ് കണക്കിലല്ല വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്രിയേഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനുള്ള കുറച്ച് ആക്ഷനബിൾ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഡോക്യുമെൻറ്റ് എവ്രിതിങ്. നിങ്ങളുടെ ക്രിയേഷൻസ് ഉണ്ടായാൽ ഡേറ്റ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ഡോക്യുമെൻറ്റ് ചെയ്യുക. യൂസ് NDAs വെൻ ഷെയറിങ് ബിസിനസ് ഐഡിയാസ്. അതേപോലെ രജിസ്റ്റർ പാറ്റൻസ്, ട്രേഡ് മാർക്സ് ഓർ കോപ്പിറൈറ്റ്സ് വെൻ നെസസറി. അതുപോലെ നമ്മൾ ഫ്രീ സ്റ്റഫൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ യൂട്യൂബിൽ ഉപയോഗിക്കാൻ നമ്മൾ ഒരു ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ മ്യൂസിക് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണും. പക്ഷേ സ്റ്റിൽ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ ലൈസൻസിങ് എഗ്രിമെൻറ്റ്സ് നേരെ വായിച്ച് നോക്കണം. പിന്നീടാവും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടി പണിയാവുക. അതേപോലെ
റോയൽറ്റി ഫ്രീ കണ്ടൻറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോസിനും വെബ്സൈറ്റ്സിനും ബ്രാൻഡിങ്ങിനും ഒക്കെ. പിന്നെ വർക്ക് വിത്ത് IP lawyers. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വാല്യുബിളായൊരു സാധനം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻവെൻഷൻസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ബിസിനസ് ആണെങ്കിലും ഒക്കെ IP ലോയറിനോട് അതിൻ്റെ അഭിപ്രായങ്ങളും അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തുക. നമ്മൾ എന്താ റിമെമ്പർ ചെയ്യുന്നത്, നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, യുവർ ഐഡിയാസ് ആർ പവർഫുൾ ബട്ട് വിതൗട്ട് പ്രൊട്ടക്ഷൻ ദി ആർ വൾണറബിൾ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ ഹെൽപ്സ് യു ടേൺ ക്രിയേറ്റിവിറ്റി ഇൻ ടു കറൻസി. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ സാധനം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിനെ സ്വർണം പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കൂ. പ്രൊട്ടക്റ്റ് ഇറ്റ് ലൈക്ക് ഇറ്റ്സ് ഗോൾഡ്. താങ്ക് യു.